ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സാസ് വ്ലോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഇടുക്കി ഡാം പാർക്കിലാണ്. ഇടുക്കിയിൽ നിന്നും ചെറുതോണിക്ക് പോകുന്ന വഴിയരികിലാണ് ഇടുക്കി ഡാം പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി DTPCയുടെ കീഴിലുള്ള ഈ പാർക്കിൽ കയറി വരുമ്പോഴേ കൊലുമ്പൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവോ അല്ലേ, ആരാണ് ഈ കൊലുമ്പനെന്നും? കൊലുമ്പനെ പറ്റി അറിയാത്തവർക്കായിട്ട് ആളെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു തരാം. കേരളത്തിലെ വൈദ്യുതി സ്വപ്നങ്ങൾക്ക് വഴികാട്ടിയ ഒരു ഗോത്രത്തലവനായിരുന്നു ചെമ്പൻ കൊലുമ്പൻ. കുറുവൻ കുറുവത്തി മലനിരകളെ ലോകത്തിനു മുമ്പിൽ കാട്ടിക്കൊടുത്ത ഒരു ഊരാളി ഗോത്രത്തലവൻ. നമ്മുടെ ഈ ഇടുക്കി ഡാം പണിയാനായിട്ട് സ്ഥാനം കാണിച്ചു കൊടുത്ത് ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും. പൈനാവിനും ചെറുതോണിക്കും ഇടയിൽ വെള്ളാപ്പാറയിൽ വനം വകുപ്പ് സ്ഥാപിച്ച ഒരു സ്മാരകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് ചെമ്പൻ കൊലുമ്പന്റെ 6 അടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ. അപ്പം സ്റ്റാച്ചുവിന്റെ ഉള്ളിലോട്ട് നടന്നു പോകാവുന്ന ഒരു നടപ്പാതയുണ്ട്. പാർക്കിങ്ങിനാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണിത്. നല്ല വിശാലമായിട്ട് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വൃത്തി. നല്ല വൃത്തിയുള്ളൊരു സ്പേസാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്പേസാണ്. അപ്പം നമ്മൾ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേന് അവിടെ ഒരു ചെറിയ പാസ് ഉണ്ടാവും. അപ്പോൾ പാസ്സൊക്കെ കിട്ടിയിട്ട് മുമ്പോട്ട് നമ്മൾ നടന്നു പോകുമ്പോഴത്തേന് ഇവർ അതിമനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അധികം ഫ്ലവർ പ്ലാന്റ്സ് ഒന്നും തന്നെ ഇല്ലെങ്കിലും ഉള്ള പ്ലാന്റ്സ് നല്ല വൃത്തിക്ക് വെട്ടി ഒതുക്കി നമുക്ക് ആരായാലും, ഞങ്ങൾക്ക് പ്ലാന്റ്സിനെ പറ്റിയിട്ട് കുറച്ച് ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടാവും നമ്മൾ പ്ലാന്റ്സ് ആയിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. നോക്കിക്കേ എന്ത് വൃത്തിയുള്ള സ്ഥലമാണെന്ന്. നമുക്ക് ഒത്തിരി ഇഷ്ടമാവും ഇത്. നേരെ നമ്മൾ നടന്ന് ചെല്ലുമ്പോഴത്തേന് റൈറ്റ് സൈഡിലോട്ട് ഒരു വഴിയുണ്ട്. അപ്പം അതിലേ നമ്മൾ കയറി ചെല്ലുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ ചെറിയ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നേരെ കയറി ചെല്ലുമ്പോഴത്തേന് നമുക്ക് മനോഹരമായ കുറേ ഇരിപ്പിടങ്ങളുണ്ട്. ഞാൻ മറ്റെവിടെയും ഇത്രയും നല്ല ഇരിപ്പിടങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് ഒത്തിരി ആൾക്കാർ അറ്റ് എ ടൈം വന്നിരിക്കുമ്പോഴത്തേന് നമുക്ക് ഇരിക്കാൻ ചില സ്ഥലത്തൊന്നും സ്പേസ് കാണില്ല. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. കുറേ ബെഞ്ചുകൾ ഇങ്ങനെ അടുക്കിയിട്ടേക്കുന്ന പോലെ നല്ല വൃത്തിയുള്ളൊരു സ്പേസാണ് എനിക്കിവിടെ ഈ ഒരു ബെഞ്ചുകൾ തോന്നിയിട്ടുള്ളത്. കൂടാതെ ഈ ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ തന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഈ ഒരു ഊഞ്ഞാലിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ മാക്സിമം അവർ ഓടിക്കളിക്കായിരുന്നു ഇതിലേക്ക്. മോനാണെങ്കിൽ ആ ഒരു ബൈക്കാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മോൾ അതിൽ കയറിയപ്പോൾ ചേച്ചിനെ തള്ളി ഇറക്കിയിട്ട് ആൾ കയറുമായിരുന്നു. പിന്നെ ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ ഒരു ഓപ്പൺ സ്റ്റേജ്. നമുക്ക് ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ വെക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇതിന്റെ ബാക്കിൽ നമുക്ക് ഇടുക്കി ഡാമിന്റെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. നമുക്ക് എന്ത് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു സ്പോട്ട് ഈ ഒരു ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു. ഈ സ്റ്റേജിന്റെ മുകളിലോട്ട് കയറി പോകാനുള്ള ഒരു കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ സ്റ്റെപ്സിൽ കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ ഒരു പാർക്ക് കാണുന്നത്. അപ്പൊ പാർക്കിലോട്ട് കയറി ചെന്നപ്പോഴാണെങ്കിൽ കുട്ടികൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു കളിയൊക്കെ മാറി സ്ലൈഡർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മോള് ഭയങ്കര ഓട്ടാണ് സ്ലൈഡറിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ആളവിടെ ചെന്നപ്പോൾ ഇവിടെ മഴയായിരുന്നുകൊണ്ട് തന്നെ ഈ ഒരു സ്ലൈഡറിലൊക്കെ കുറെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ വെള്ളമുള്ള സ്ലൈഡർ വിട്ടിട്ട് ആൾ അടുത്ത സ്ഥലം കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടുന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് കയറാം അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് സ്ലൈഡർ കണ്ടു. അപ്പോഴാണ് അമ്മ ഇതേ ആന, ഇതേ അമ്മ അടുത്ത മൃഗം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഓരോരോ മൃഗങ്ങളെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം സ്ലൈഡറെ കയറി. വാവക്കുട്ടനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ തന്നെയൊക്കെ കയറുന്നത്. അപ്പം കയറിയപ്പോഴത്തേന് എനിക്ക് പേടിയായിരുന്നു ഇതിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങി വരാൻ. പക്ഷെ ആളിതേ പുറകോട്ട് തിരിഞ്ഞും കമഴ്ന്നും കടന്നൊക്കെയാണ് ഈ ഊർന്ന് പോരുന്നത്. ഇപ്പം ഒരുപാട് അധികം പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികൾക്ക് അധികം അറിയത്തില്ലാത്തൊരു സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു സ്ഥലം. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനൊക്കെ ഫുള്ളി ടയേർഡായിട്ട് അവിടെ ഇരുന്നു പോയി. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്